നീൽ റൂമിൽ വന്ന് നോക്കുമ്പോൾ പവി സോഫയിൽ കിടന്നുറങ്ങുമായിരുന്നു. നീൽ പവിയുടെ അടുത്ത് പോയി അവളുടെ മുഖത്ത് തന്നെ ഇമവെട്ടാതെ നോക്കി മുട്ടുകുത്തിയിരുന്നു. സുഖമായിട്ട് കിടന്നുറങ്ങുന്ന പവിയെ കണ്ട് നീലിന് അവളോട് വാത്സല്യം തോന്നി. എടി കുറുമ്പി, നിന്നെ അന്വേഷിച്ച് നിന്റെ ഏട്ടൻ വന്നിട്ടുണ്ടല്ലോ. നിന്നോട് എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല പവി. ഇപ്പം നിന്റെ കണ്ണിൽ നിന്ന് വരുന്നൊരു കണ്ണുനീര് പോലും എന്നെ വേദനിപ്പിക്കാൻ കഴിയും. നീ എന്ത് മാജിക്കാണ് എന്നിൽ കാണിച്ചത്. എനിക്ക് നിന്നെ ഇഷ്ടമാടി കുട്ടിത്തേ വാങ്ങി. എന്നെ ഇട്ടിട്ട് പോവല്ലേട്ടോ. എൻ്റെ പാസ്റ്റ് അറിയുമ്പോൾ എന്നെ ഇട്ടിട്ട് പോവോടി നീ. എന്തായാലും നാളെ തന്നെ ഞാൻ നിന്നോട് എൻ്റെ ഇഷ്ടം പറയും. എന്നെ തനിച്ചാക്കി പോവല്ലേ. അത് പറഞ്ഞ് അവൻ മെല്ലെ അവളുടെ മൂർത്താവിൽ ചുംബിച്ചു. അവൾ മെല്ലെ കുറുകി വീണ്ടും കിടന്നു. നീല് ഫ്രഷായി വന്നു. പവിയെ നോക്കിയപ്പോൾ സോഫയിൽ നിന്ന് ഇപ്പോൾ വീഴുമെന്ന അവസ്ഥയിൽ കിടക്കുവാണ്. നീലൊന്നും നോക്കിയില്ല. അവളെ കോരിയെടുത്ത് ബെഡിൽ കൊണ്ടുപോയി കിടത്തി. അവനും അവളുടെ അടുത്ത് കിടന്നു. രാവിലെ നീലാണ് ആദ്യം എഴുന്നേറ്റത്. എഴുന്നേൽക്കുമ്പോൾ നെഞ്ചിൽ എന്തോ ഒരു ഭാരം പോലെ തോന്നി. നോക്കിയപ്പോൾ അവനോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന പവിയെയാണ് കണ്ടത്. അവളെ കുറച്ചു നേരം നോക്കി കിടന്നു. എൻ്റെ പവി, അൺറൊമാൻറ്റിക് മൂരാച്ചിയായ എന്നെ എങ്ങനെ നീ വളച്ചെടുത്ത് കുപ്പിയിലാക്കിയടി പെണ്ണെ. ഇപ്പം ഞാൻ നിനക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യണേ. ഗിരി പറഞ്ഞ പോലെ കീർത്തിയെ പോലെ അല്ല നീ. പവിക്ക് നെറ്റിയിൽ ഒരു ഉമ്മയോ കൊടുത്ത് നീല് പെട്ടെന്ന് ഫ്രഷായി കോളേജിലേക്ക് പോയി. പവി വൈകിയാണ് എഴുന്നേറ്റത്. എഴുന്നേറ്റപ്പോഴേ ഞാനെങ്ങനെ ഇവിടെ വന്നേ? ദൈവമേ, നീലേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, നീലേട്ടൻ എവിടെ പോയോ? ഓരോന്ന് ചിന്തിച്ച് അവൾ ഫ്രഷായി താഴേക്ക് പോയി. പാറുമേ, നീലേട്ടൻ എവിടെയാ? അവനിന്ന് നേരത്തെ പോയല്ലോ മോളെ. മോളോട് പാർത്തിയുടെ കൂടെ പൊക്കോളാൻ പറഞ്ഞു. അതും പറഞ്ഞ് പാറും അടുക്കളയിലേക്ക് പോയി. അല്ല, ആരിത്? പവിയോ? എപ്പോൾ വന്നു? ഞാൻ വന്നിട്ട് 22 കൊല്ലമായി. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പവി താല്പര്യമില്ലാത്ത രീതിയിൽ ഗിരിയോട് പറഞ്ഞു. പവി എന്നോടിപ്പോൾ വഴക്കാണോ? ആണെങ്കിൽ സോറി പവി, ഞാൻ പറയണമെന്ന് കരുതിയതാ. പക്ഷേ എന്നിട്ടെന്താ പറയാതിരുന്നേ? അത് നീ കളിയാക്കുമെന്ന് വിചാരിച്ച് പറയാതിരുന്നേ. സോറി. ആണോ? പവി മുഖം തിരിച്ചു നിന്നു. മോളെ പവി, സോറി. ഞാൻ എന്തു വേണമെങ്കിലും വാങ്ങിത്തരാം. എന്നോട് മിണ്ടുവോ? ദയനീയമായി ചോദിക്കുന്ന ഗിരിനെ കണ്ട് പവിക്ക് ചിരി പൊട്ടി. പവി ചിരിക്കുന്നത് കണ്ട് ഗിരിക്ക് ആശ്വാസം തോന്നി. പവി ചിരിച്ചു. അപ്പം ഇനി എന്നോട് മിണ്ടുവോ? ഞാനൊന്ന് നോക്കട്ടെ. മതി, ഇത് മതി. പവി മുത്താണ്. അതും പറഞ്ഞ് ഗിരി പവിയുടെ 2 കവിളിലും പിടിച്ചു വലിച്ചു. പവി ഗിരിനെ ഇക്കിളിയാക്കി. പിന്നെ അവിടെ ഒരു പൂരമായിരുന്നു. രണ്ടും തളർന്ന് സോഫയിലിരുന്നു. എനിക്ക് എന്താ വാങ്ങിത്തരണേ? എന്താ വേണ്ടേ? അത് ഞാൻ പിന്നെ പറയാം. പിന്നെ പവി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ഗിരിയേട്ടാ? അത് നീലിനൊരു പാസ്റ്റുണ്ട്. അത്ര വലുതൊന്നുമല്ല, ചെറുതാ. പക്ഷേ അത് ഇയാൾ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കൊരു ഭയമുണ്ട്. എന്തൊക്കെ വന്നാലും അവനെ ഇട്ടിട്ട് പോകൂലല്ലോ. പവി ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ പറഞ്ഞു. എൻ്റെ ഗിരിയേട്ടാ, ഏട്ടൻ പേടിക്കണ്ട. എന്ത് പാസ്റ്റാണെങ്കിലും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും. കഴിഞ്ഞുപോയ കാര്യത്തെപ്പറ്റി പറഞ്ഞു വഴക്കുണ്ടാക്കുന്ന ഒരാളാണ് ഞാനെന്ന് കരുതിയോ? ആ കഥ മാത്രം അറിഞ്ഞാൽ മതി. വേറൊന്നും എനിക്കറിയണ്ട. നീലിലെക്കിയ നിന്നെപ്പോലെ ഒരാളെ കിട്ടിയതിന്. അതിന് പവി ഒരു നനുത്ത പുഞ്ചിരി നൽകി. പവി റെഡിയായി പാർത്തി നിൽക്കുന്നിടത്തേക്ക് പോയി. ഹലോ പാർത്തിയേട്ടാ. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. പാർത്തി ചുണ്ടിലെ പുഞ്ചിരി മാറ്റാതെ മറുപടി പറഞ്ഞു. പവി ഓരോന്ന് ചോദിക്കും. പാർത്തി അതിന് പുഞ്ചിരിയോട് ഉത്തരം പറയും. അല്ല പാർത്തിയേട്ടാ, ഏട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? പവി പെട്ടെന്ന് അത് ചോദിച്ചതും എന്ത് പറയണമെന്നറിയാതെ പാർത്തി ഭയന്നു. ഡീ പവി, പെട്ടെന്ന് വാ, ബസ് പോകും. കൃത്യസമയത്ത് അന്ന വന്നു. അതുകൊണ്ട് പാർത്തി രക്ഷപ്പെട്ടു. അവരങ്ങനെ കോളേജിലെത്തി. പാർത്തിയേട്ടാ, എനിക്കൊരു മഞ്ച് വാങ്ങിത്തരുമോ? അന്ന ചോദിച്ചു. അതിനെന്താ, തരാലോ. വാ, നമുക്ക് ക്യാൻറ്റീനിൽ പോവാം. എനിക്ക് പറ്റില്ല, ഞാൻ ക്ലാസ്സിൽ പോവാം. എനിക്ക് അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അതിന് നിനക്കാരാ വാങ്ങണേ? എനിക്കും വേണം, അങ്ങോട്ട് കൊണ്ടുവരണേ. അത് പറഞ്ഞ് പവി ക്ലാസ്സിലേക്ക് പോയി. പവി വരാന്തയിലെത്തിയിട്ട് അവർ പോയോ എന്ന് തിരിഞ്ഞു നോക്കി. പോയെന്ന് ഉറപ്പായതും പവി പിന്നെ ഒരു ഓട്ടമായിരുന്നു സ്റ്റാഫ് റൂമിലേക്ക്. സ്റ്റാഫ് റൂമിൻ്റെ അടുത്ത് വന്നതും സ്വിച്ച് ഇട്ടതുപോലെ ഓട്ടം നിർത്തി. ഡീസൻ്റായി നടന്നു. സ്റ്റാഫ് റൂമിലെ തലയിട്ട് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. അപ്പം അവൾ പമ്മി നീലിൻ്റെ റൂമിന് മുന്നിൽ വന്നു. ആരൊക്കെയോ സംസാരിക്കുന്നത് കേൾക്കാം. ഒന്നും വ്യക്തമല്ല. കുറച്ചുകൂടി അകത്തേക്ക് കയറി നിന്നു. മോനെ, ഞാനിവിടെ വന്നത് ഇവളുടെ കാര്യം പറയാനാ. പറഞ്ഞോളൂ സാർ. അർദ്ധയെ പറ്റി നല്ല അഭിപ്രായമാണ്. നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അത് പിന്നെ മടിക്കാതെ പറഞ്ഞോളൂ സാർ. അത് ഇവൾക്ക് സാറിനോടൊരു ഇഷ്ടം. ഞാൻ പെണ്ണാലോചിക്കാൻ വന്നതാ. എൻ്റെ മോളുടെ ഒരു ആഗ്രഹത്തിന് ഞാൻ എതിരെ നിൽക്കില്ല. സാറെന്ന് പറഞ്ഞ അവൾക്ക് ജീവനാണ്. ഞാൻ അതിനെപ്പറ്റി പറയാൻ വേണ്ടിയാണ് വന്നത്.
അത് കേട്ട് പുറത്തുനിന്ന പവിക്ക് സങ്കടം സഹിക്കാനായില്ല. അവൻ്റെ മറുപടി എന്താണ് എന്ന് കേൾക്കാൻ നിൽക്കാതെ അവൾ പുറത്തേക്ക് ഓടി. അതേസമയം നീല്, സാർ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ അർദ്ധയെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഒരു സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ മാത്രമേ ഞാൻ അർദ്ദിരയെ കണ്ടിട്ടുള്ളൂ. അതെന്താ സർ, എനിക്ക് സാറിനെ ഇഷ്ടപ്പെടാൻ പാടില്ല എന്നുണ്ടോ? താൻ എന്തൊക്കെയാ അർദ്ദിര പറയുന്നത്? ഓക്കെ, ആരെ ഇഷ്ടപ്പെടണമെന്ന് തൻ്റെ ഇഷ്ടം. പക്ഷേ അത് എന്നോട് വേണ്ട. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരു മനുഷ്യനാണ്. എനിക്കുമുണ്ട് ഇഷ്ടങ്ങൾ. ഞാൻ ഒരിക്കലും അർദ്ദിരയെ പറ്റി ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. അർദ്ദിര ഒന്നും മനസ്സിൽ വെച്ചേക്കരുത്. സോറി മോനെ, ഞാൻ മോൻ്റെ ഇഷ്ടം നോക്കിയില്ല. ഒരെടുത്തുചാട്ടമായി കണ്ടാൽ മതി. എന്ന് ഞങ്ങൾ പോകട്ടെ? ഓക്കെ സാർ, ഞാനതൊന്നും മനസ്സിൽ വെച്ചേക്കില്ല. അത് പറഞ്ഞ് അർദ്ദിരയുടെ അച്ഛൻ പോയി. അർദ്ദിരയ്ക്ക് ഷോക്കായി അവിടെ തന്നെ നിന്നു. ഡോ, താൻ ഇതുവരെ പോയില്ലേ? സർ, എന്താ എന്നെ ഇഷ്ടപ്പെടാത്തത്? എനിക്കെന്താ സൗന്ദര്യമില്ലേ? എനിക്ക് പണമില്ലേ? പിന്നെ എന്താ എന്നെ വിടാത്തത്? ഇയാൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ സൗന്ദര്യം കണ്ടിട്ടോ പണം കണ്ടിട്ടോ അല്ല ആരെയും സ്നേഹിക്കുന്നത്. മാത്രമല്ല എനിക്ക് വേറൊരു കുട്ടിയെ ഇഷ്ടമാണ്. ആരാ സാർ അത്? ദേഷ്യം കടിച്ചമർത്തി അർദ്ദിര ചോദിച്ചു. അതെന്തിനാ ഞാൻ തന്നോട് പറയുന്നത്? സർ, അത് മാത്രം അറിഞ്ഞാൽ മതി. ആ ഭാഗ്യവതി ആരാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ പിന്നെ സാറിനെ ശല്യം ചെയ്യില്ല. പ്ലീസ് സർ. അവൾ ഉള്ളിലെ ദേഷ്യം അടക്കി പിടിച്ച് കെഞ്ചി ചോദിച്ചു. അത് പല്ലവി, എൻ്റെ പവി. ഏത്, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പവിയാണോ സർ? അർദ്ദിര അത്ഭുതത്തോടെ ചോദിച്ചു. അർദ്ദിര പിന്നെ അവിടെ നിൽക്കാതെ പുറത്തേക്ക് പോയി. അവളുടെ ഉള്ളിൽ പവിയോടുള്ള ദേഷ്യം നുരഞ്ഞു പൊങ്ങി. നീലിന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തൊന്ന് നിശ്വസിച്ചിട്ട് ക്ലാസ്സിലേക്ക് പോയി. ഈ സമയം പവി വാഷ്റൂമിൽ നിൽക്കുമായിരുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപ്പോൾ എന്നെ വേണ്ടേ? അന്ന് പറഞ്ഞ പോലെ എന്നെ ഡിവോഴ്സ് ചെയ്യൂ. എനിക്കത് ചിന്തിക്കാൻ പോലും വയ്യ. അപ്പോൾ എന്നെ ഇഷ്ടമല്ലായിരുന്നു. നീലേട്ടൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. നീലേട്ടൻ എന്തെങ്കിലും സന്തോഷമായിട്ടിരിക്കട്ടെ. ഞാൻ മാറിക്കൊടുത്തേക്കാം. ഇതും ചിന്തിച്ച് മുഖം കഴുകി ക്ലാസ്സിലേക്ക് പോയി. ക്ലാസ്സിൽ ചെന്നപ്പോൾ നീല് ക്ലാസ് തുടങ്ങി. മേ ഐ കം ഇൻ സർ? പവി തലകുനിച്ച് ചോദിച്ചു. നീല് പവിയെ നോക്കി. അന്ന അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അർദ്ദിര പവിയെ നോക്കി ദഹിപ്പിക്കുമായിരുന്നു. പവിയുടെ മുഖം ചുവന്നു തുടുത്തിരുന്നു. എവിടെയായിരുന്നു? ക്ലാസ്സുള്ള കാര്യം അറിയില്ലേ? നീൽ അല്പം ഗൗരവത്തിൽ ചോദിച്ചു. സർ, സോറി, വാഷ്റൂമിലായിരുന്നു. പവിയുടെ മുഖം കണ്ട് അധികമൊന്നും പറയാതെ ക്ലാസ്സിൽ കയറ്റി. എടി, നീ എവിടെയായിരുന്നു? നിനക്കെന്താ പറ്റിയേ? ഒന്നുമില്ലടാ, ഞാൻ വാഷ്റൂമിലായിരുന്നു, അതാ വൈകിയേ. നീല് ക്ലാസ് എടുക്കുമ്പോൾ പവി അബദ്ധത്തിൽ പോലും നീലിനെ മനഃപൂർവ്വം നോക്കിയില്ല. അത് നീലിന് എന്തോ പോലെ തോന്നി. ഇവളെന്താ ഇങ്ങനെ തലകുനിച്ചിരിക്കണേ? അല്ലെങ്കിൽ പെണ്ണ് എപ്പോഴും എന്നെ നോക്കി ഇരിക്കാറാണല്ലോ പതിവ്. ഇതിപ്പോൾ എന്താ പറ്റിയേ? നീലാകെ ആശയക്കുഴപ്പത്തിലായി. ക്ലാസ് കഴിഞ്ഞ് നീല് പോകാൻ തുടങ്ങുമ്പോഴും പവിയെ നോക്കി ബെഞ്ചിൽ തലചായ്ച്ച് കണ്ണടച്ച് കിടക്കുന്ന പവിയെയാണ് നീലിന് കണ്ടത്. അങ്ങനെ ഉച്ചയായി. പവി, നീ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ക്യാൻറ്റീൻ പോകാം. ഞാനും കൊണ്ടുവന്നിട്ടില്ല. ഇല്ല, നീ പോയി കഴിച്ചോ. എനിക്ക് നല്ല തലവേദന, ഞാനിവിടെ കിടക്കട്ടെ. എടി, നല്ല തലവേദനയാണോ? മരുന്ന് വേണോ? എടി, വെള്ളം വേണോ? ടീച്ചറിനോട് പറയണോ? എൻ്റെ പൊന്നോ, നീ പറഞ്ഞു എനിക്ക് ക്യാൻസർ ഒന്നും വരുത്തല്ലേ. നീ പോയി ഫുഡ് കഴിച്ചിട്ട് വാ. ഇല്ല, ഞാൻ എവിടെ ഇരുന്നോളാം, എനിക്കിപ്പോൾ വിശപ്പില്ല. അന്നെ, എനിക്ക് ഇവിടം വരെ കേൾക്കാം. നിന്റെ വയറ് കൂടെ നിന്നെ വിടാത്തത് കൊണ്ട് എന്നെ തെറി വിളിക്കുന്നത്. ഒന്ന് പോയി കഴിക്കടി മണ്ടൂസേ. അതിനെന്നെ ഒന്ന് ഇടിച്ചിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയി. ക്ലാസ്സിലെല്ലാവരും സംസാരിക്കുന്ന സൗണ്ട് കേട്ട് അവൾക്ക് എന്തോ പോലെ തോന്നി. അവൾ ലൈബ്രറിയിലേക്ക് പോയി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും ബുക്ക് വായിക്കാമെന്ന് കരുതി ബുക്ക് തപ്പുമായിരുന്നു പവി. പെട്ടെന്ന് വയറിലൂടെ എന്തോ ഇഴയുന്നത് പോലെ തോന്നി തിരിഞ്ഞു നോക്കിയപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന നീലിനെ കണ്ട് ഞെട്ടിവിറച്ച് നിന്ന് പോയിരുന്നു പവി. നീൽ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവനോട് ചേർത്ത് നിർത്തി. ഞെട്ടി പണ്ടാരടങ്ങി നിൽക്കണ പവിനെ കണ്ട് നീലിന് ചിരി വന്നെങ്കിലും അത് കടിച്ചു പിടിച്ച് അവളോട് ഗൗരവത്തിൽ ചോദിച്ചു. എന്താടി പല്ലിക്കുഞ്ഞെ, നിനക്കൊരു വാട്ടം? എനിക്കോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എങ്ങനെയൊക്കെയോ തപ്പി അവൾ പറഞ്ഞു. ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കുന്നു. നിന്റെ മുഖം ഒരു കുട്ടയുണ്ടല്ലോ. എന്നെ ശ്രദ്ധിക്കാനോ? വേറെ പണിയൊന്നുമില്ലേ? പവി പെറുപുറുത്തു. ഇല്ലടി, എനിക്ക് വേറെ പണിയൊന്നുമില്ല. പവി അവനെ നോക്കാതെ അവനിൽ നിന്ന് കുതറി മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കുതറാതടി പെണ്ണേ, ഒന്ന് പോ, എന്നെ വിട്ടേ, എനിക്ക് പോകണം. ഇല്ലെങ്കിൽ ഇയാൾക്കെന്താ ഭ്രാന്താണോ? എന്നെ വിട്ടേ. നീൽ പവി കാണിക്കുന്നത് നോക്കി നിന്നു. പവി, അവൻ അവളെ ആർദ്രമായി വിളിച്ചു. പവി ആ വിളിയിൽ അറിയാതെ അവനെ നോക്കി കണ്ണുകൾ തമ്മിൽ ഉടക്കി. പവി, ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ എൻ്റെ കൂടെ വേണം വരാൻ. ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്താൽ മതി. പവി അതിന് യാന്ത്രികമായി തലകുനിക്കി. നീൽ അവളെ വിട്ടകന്നു. പവി താഴേക്ക് നോക്കി നിന്നു.
പെട്ടെന്ന് തന്നെ വീണ്ടും നീൽ അവളുടെ ഇടുപ്പിലൂടെ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി അവളുടെ അതിരത്തിൽ ചുംബിച്ചു. പവി ആദ്യം ഞെട്ടിയെങ്കിലും പിന്നെ അവൻ്റെ ചുംബനത്തിൽ അവളും ലയിച്ചു ചേർന്നു. അവളുടെ കൈകൾ നീലിൻ്റെ മുടിയിൽ കോർത്തു വലിച്ചു. നീല് പവിയുടെ കഴുത്തിന് പുറകിൽ പിടിച്ചു വീഴാതെ നിർത്തി. അവർ മത്സരിച്ച് ചുംബിച്ചു. ശ്വാസം വിലങ്ങുതടിയായപ്പോൾ മനസ്സെല്ലാം മനസ്സോടെ നീൽ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. നാണം കൊണ്ട് പവി താഴേക്ക് നോക്കി നിന്നു. അവളുടെ കവിളുകൾ ചുവന്നു തുടുത്തു. വൈകിട്ട് കാണാം, അതും പറഞ്ഞവൻ തിരിഞ്ഞു നടന്നു. പവി അവനെ നോക്കിയതും അവൻ തിരിഞ്ഞു വന്ന് അവളുടെ ചുണ്ടുകളിൽ ഒരു നനുത്ത മുത്തം നൽകിയിട്ട് പോയി. ഇതൊക്കെ കണ്ട് പവിയുടെ കിളികൾ പറന്നുപോയിരുന്നു. പറന്നുപോയ കിളികൾ ഇതുവരെ തിരിച്ചു വരാത്തത് കൊണ്ട് അവിടെ തന്നെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് പവി. നീല് സ്റ്റാഫ് റൂമിൽ പോയിട്ട് തിരിച്ചു ക്ലാസ്സിലേക്ക് പോകുവാണ്. ലൈബ്രറിയുടെ അടുത്തെത്തിയപ്പോൾ എങ്ങനെയാണോ നേരത്തെ നിന്ന് അതുപോലെ തന്നെ ഒരടി മാറാതെ സ്റ്റാച്ചു ആയി നിൽക്കുന്ന പവിയെ കണ്ടു നീല്. എൻ്റെ ഭഗവാനെ, ഇവളിന്ന് എന്നെ നാണം കെടുത്തു കാന്താരി. അതും പറഞ്ഞ് നീലടുത്ത് ആരുമില്ലെന്ന് ഉറപ്പിച്ച് അവളുടെ അടുത്തേക്ക് ചെന്നു. നീല് വന്നതും ഒന്നും അറിയാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് നമ്മുടെ പവി. നീല് വന്ന് പവിയുടെ കാതോരെ മുഖം അടുപ്പിച്ച് കുസൃതിയോടെ പറഞ്ഞു, എന്താ പവിക്കുട്ടി, ആദ്യം തന്ന കിസ് പോരാതെ ആയോ, ഇനിയും വേണോ? ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ പവി കാണുന്നത് കുസൃതി ചിരിയോടെ അവളെ തന്നെ നോക്കുന്ന നീലിനെയാണ്. പിന്നെ അവൻ പറഞ്ഞതോർത്തു പോയ കിളികളെ തല്ലിക്കൂട്ടിൽ കയറ്റി ഒരൊറ്റ ഓട്ടം ആയിരുന്നു. ആ ഓട്ടം കണ്ട് നീലിന് ചിരി വന്നു. പിന്നെ അവിടെ നിൽക്കാതെ അവൻ ക്ലാസ്സിലേക്ക് പോയി. പവി ക്ലാസ്സിൽ ചെല്ലുമ്പോൾ താടിക്കും കൈക്കുത്തി അപ്പുറത്തിരിക്കുന്ന ചെക്കിനെ വായി നോക്കുവാണ് അന്ന. എടി, നീ എൻ്റെ ഏട്ടനെ തേച്ചൊട്ടിക്കോടി കുട്ടി തേവാങ്കേ. അതിനൊരു ക്ലോസപ്പ് ചിരി അങ്ങ് കൊടുത്തു അവൾ. നീ എവിടെയായിരുന്നു? അത് ലൈബ്രറിയിൽ. എന്താണ് മിസ്സസ് പല്ലവി നീൽജിത്ത് ഒരു വശപ്പിശക്? എടി പട്ടിക്കുട്ടി, ഒന്ന് പയ്യെ പറയടി, ആരെങ്കിലും കേൾക്കും. ഓ സോറി. നീ ഇവിടെ ഇരിക്ക്, ഞാനിന്ന് വൈകിട്ട് നീലേട്ടൻ്റെ കൂടെ പോവാ. എന്തോ എന്നോട് പറയാനുണ്ടെന്ന്. എന്നതാടി? ആവോ, നീ മിണ്ടാതിരുന്നേ, ഇപ്പം സാറ് വരും. അന്ന ചിന്തിച്ചുകൊണ്ടിരുന്നു. അത് കണ്ട് പവി, എനിക്കില്ലാത്ത എന്ത് ടെൻഷനാടി നിനക്ക്? ഏയ് ഒന്നുമില്ല. അങ്ങനെ വൈകിട്ടായി. നീൽ പറഞ്ഞതനുസരിച്ച് അവൾ ബസ് സ്റ്റോപ്പിൽ അവനെ കാത്തു നിന്നു. ഒരു ബുള്ളറ്റ് വന്ന് പവിയുടെ മുന്നിൽ വന്നു നിന്നു. അതിലിരിക്കുന്ന നീലിനെ കണ്ട് കുറച്ചു നേരം അവൾ അവനെ നോക്കി നിന്നു. നീൽ അവളുടെ കയ്യിൽ പിടിച്ചു കയറ്റിയപ്പോഴാണ് ബോധം വന്നത്. പിന്നെ അവർ ഒരുമിച്ച് ബീച്ചിലേക്ക് പോയി.